Hello, good morning, welcome back. ഈ ക്ലാസ് ഐ വാണ്ട് ഇറ്റ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആവണം, അതേപോലെ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആക്കണം. അതിനിപ്പം ഈ എഡ്യൂക്കേഷനിസ്റ്റൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ആക്ടിവിറ്റി വേണം. വെറുതെ പാസീവായിട്ട് ഇരുന്ന് അവർക്ക് ഒരു പ്രോബ്ലം കൊടുത്ത് നമ്മൾ കറങ്ങി നടന്ന് അതിനെ കൊണ്ട് കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്താൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. ഞാൻ ഒരു സംഭവം പറഞ്ഞു. നമ്മൾ ഒരു ദിവസം എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് പഠിപ്പിക്കുന്നു. ക്ലാസ്സിലായത് എത്തിയിട്ട് നോക്കുമ്പോൾ അതിന് മുമ്പത്തെ ക്ലാസ് സിവിലിലെ ടീച്ചർ ഏതൊരു സ്ട്രക്ചർ കാണാൻ വേണ്ടി അവർ ഫൗണ്ടേഷൻ ചെയ്ത് കാണാൻ വേണ്ടി കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾക്ക് എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ പഠിപ്പിക്കുമ്പം പിന്നെ അവിടെയുള്ള ക്യാമ്പസിലുള്ള ട്രാൻസ്ഫോമർ, TKM കോളേജിലെ ട്രാൻസ്ഫോമർ കൊണ്ട് കാണിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരണം. നമുക്ക് പോർഷൻ തീർക്കണം, എങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പല കൺസെപ്റ്റ്സ് മനസ്സിലാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പെരിമീറ്ററിൽ എങ്ങനെ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യും. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോംപ്റ്റ് കൊടുക്കുന്നത്. ഇതന്നെ കൊടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് വരെയും കൊടുത്തു നോക്കാം. ഐ ആം ടീച്ചിങ് പെരിമീറ്റർ. ഞാൻ ChatGPT പറയാണ് പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം ഫോർ 5th standard students. Please design a classroom activity so that students will understand the concepts in a fun way. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഐറ്ററേറ്റ് ചെയ്യേണ്ടെന്ന് വന്നില്ല. ഒരു അടിപൊളി, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇത് കൊടുത്ത് നോക്കിയതാണ്, പ്രോംപ്റ്റ് കൊടുത്തിട്ട്. വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ആക്ടിവിറ്റി. ഇത് ഞാൻ എത്രയോ കൊല്ലമായിട്ട് പഠിപ്പിക്കുകയാണ്. എന്നാൽ എനിക്ക് ഈ ആക്ടിവിറ്റി കണ്ടിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ നിന്നുള്ളതല്ല, എത്രമാത്രം കുട്ടികൾക്ക് നമുക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഈ ആക്ടിവിറ്റി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ ആക്ടിവിറ്റിക്ക് ഒരു സ്റ്റൈലും പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ChatGPT ഇട്ടാണ് ഷേപ്പ് ഡിറ്റക്റ്റീവ്സ്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഈ ആക്ടിവിറ്റിയുടെ? സ്റ്റുഡൻസ് വിൽ എക്സ്പ്ലോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം ത്രൂ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് റിയൽ ലൈഫ് എക്സാം. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് തലേന്നേ ഈ ആക്ടിവിറ്റിയൊക്കെ പ്ലാൻ ചെയ്തുണ്ടാക്കണം. അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കണം. ക്ലാസ് റൂം പോയിട്ട് അപ്പോൾ അയ്യോ അതില്ല ഇതില്ല എന്നാവരുത്. മെറ്റീരിയൽസ് നീഡഡ്. ഗ്രിഡ് പേപ്പർ വേണം, റൂളേഴ്സ് വേണം, കത്രിക വേണം, കളേർഡ് പെൻസിൽസ് വേണം. ഈ സാധനം കുറച്ചൊരു പാടാണ്. സ്മോൾ ബോക്സസ് ഓർ ക്യൂബ്സ് ലൈക്ക് ഡൈസ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട്, മാത്സിൽ നമ്മൾ വലിയ പാണ്ഡിത്യം മാത്രം പോരാ, അതും വേണം. അതിന് പുറമെ ഇങ്ങനെയുള്ള സംഗതികൾ സംഘടിപ്പിക്കാനും പറ്റണം. മെഷറിംഗ് ടേപ്പ്, ക്ലേ ഉണ്ടല്ലോ, അത് ഇതൊക്കെ വേണം. ഒരു ടൈമിംഗ് അടക്കം ഇവർ തന്നിട്ടുണ്ട് ChatGPT. നമുക്ക് നോക്കണം, നമ്മൾ ചിന്തിക്കണം. ChatGPT ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇൻട്രഡക്ഷൻ. അപ്പൊ നമ്മൾ വെറുതെ പോയിട്ട് ആക്ടിവിറ്റി ബിഗിൻ വിത്ത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓർ ഡിസ്കഷൻ അബൌട്ട് പെരിമീറ്റേഴ്സ്, ഏരിയ ആൻഡ് വോളിയം. Explain the definitions and provide simple examples. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചാണെങ്കിൽ ഈ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് ആവർത്തിക്കാം. കുഞ്ഞു കുട്ടികളല്ലേ, പെരിമീറ്റർ എന്താണെന്ന്, ഏരിയ എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പെരിമീറ്റർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കരുതി വെച്ച ഗ്രിഡ് പേപ്പർ ഉണ്ടല്ലോ, ഗ്രിഡ് പേപ്പറും റൂളറും കളർ പെൻസിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് കുട്ടികളോട് നമ്മൾ വേണമെങ്കിൽ ബോർഡിൽ വരയ്ക്കാം, ഒരു റെക്ടാംഗിളും സ്ക്വയറൊക്കെ അതിൽ വരയ്ക്കാൻ പറയും. എന്നിട്ട് ഒരു ഫോർമുല വെച്ചില്ല, ഹാവ് ദം കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ബൈ മെഷറിംഗ് ദ സൈഡ്സ് ആൻഡ് ആഡിംഗ് ദം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്, അത് വെച്ച് അവരോട് കണ്ടുപിടിക്കാൻ പറയും. പിന്നെ ഈ അടുത്ത ആക്ടിവിറ്റി വരി ഏരിയ എന്നുള്ള സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ ഉള്ള കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് using the same grid paper, ask students to calculate the area of the shapes. നേരത്തെ അവർ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞല്ലോ, ഒരു സ്ക്വയറും ട്രയാങ്കിളും റെക്ടാങ്കിളൊക്കെ വരയ്ക്കാൻ പറഞ്ഞില്ല. അതിൽ ഏരിയ കണ്ടുപിടിക്കാൻ. Teach them to count the number of square units inside the shape to find the area. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ. പിന്നെ എന്ത് ചെയ്യണം? For more complex shape, show them how to break it into smaller manageable shape and then add the areas. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് വോളിയം കണ്ടുപിടിക്കാൻ.
വോളിയം കണ്ടുപിടിക്കാൻ ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾ, അത് ChatGPT നല്ല അടിപൊളിയായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഓർഗനൈസ് സ്റ്റുഡൻസ് ടു സ്മോൾ ഗ്രൂപ്പ്സ്, ഒറ്റയ്ക്ക് വേണ്ട, 3 പേരുടെ അല്ലെങ്കിൽ 4 പേരുടെ ഗ്രൂപ്പ് ആക്കുക. ഗിവ് ഈച്ച് ഗ്രൂപ്പ് എ മെഷറിംഗ് ടേപ്പ്, അസൈൻ ഈച്ച് ഗ്രൂപ്പ് എ ടാസ്ക് ടു മെഷർ ആൻഡ് കാൽക്കുലേറ്റ്. അപ്പോൾ ഒരു കുട്ടിയെടുത്ത് ഒരു ക്ലാസ് റൂമിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറയാം, വേറെ കുട്ടിയെടുത്ത് എന്താ പറയാ ബ്ലാക്ക് ബോർഡിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയാം, വേറെ കുട്ടിയെടുത്ത് ബുക്ക് ഷെൽഫിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറയാം. എന്നിട്ട് അത് മാത്രമല്ല ഇത് പ്രസന്റ് ചെയ്യാൻ പറയാം. ഇതെല്ലാം കൂടെ 1 മണിക്കൂർ കൊണ്ട് തീരും. അത് കഴിഞ്ഞ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, റാപ്പ് ആൻഡ് റിഫ്ലക്ഷൻ. gather the students and discuss what they have learned. Ask them to share their favorite part of the activity and what new things they have discovered. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ഷെയർ ചെയ്യാം, കുട്ടികൾക്ക് പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം.